ഇന്ന് ഞങ്ങൾ ഓമയ്ക്കായിട്ടൊരു മസാലക്കറി, അതായത് ഇറച്ചിക്കറി വെക്കത്തില്ലയോ അതുപോലൊരു കറി രാധാമണൻ പറഞ്ഞു തന്നതാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. രാധാമണിയൊക്കെ അണ്ണൻ്റെ പെങ്ങളും പറഞ്ഞു തന്നത്. അവർ വെച്ച് നോക്കിയിട്ട് നല്ലതായിരുന്നു. ഇന്ന് എല്ലാം വെച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വെക്കാൻ പോവാം ഓമയ്ക്കായിട്ടൊരു കറി. ഓക്കെ, ഓമയ്ക്ക പറിക്കാൻ പോവാം. അപ്പോൾ ഓമയ്ക്ക കുത്താൻ പോകുന്ന രാധാണ്ണ ഒറ്റ കുത്തിലാ ഓമയ്ക്ക ഇടാവോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ആ ശരി ശരി. അപ്പൊ രാധാണൻ ഓമയ്ക്ക ഒറ്റ കുത്തിൽ ഇപ്പൊ ഇടും. 1 2 എന്താ കാണിക്കുവോ ഇത്? എന്താണോ ഇത്? കൃമി ഇന്ന് കൂടുതലാ. അപ്പൊ ഓമയ്ക്ക ഇന്ന് മസാലക്കറി വെച്ച് കൊടുക്കാം. ഞാൻ ഈ സാധനമായിട്ട് അടുക്കളയിലോട്ട് പോവാം. ഓ ബാബാ എളുപ്പമാട്ടെ. അങ്ങനെയാണോ പ്രിപ്പറേഷൻ? അത് തന്നെ. അമ്മയ്ക്ക കഴുകി ഇങ്ങോട്ടൊന്ന് കഴുകിയതാ. നമുക്ക് ചെത്ത. രാജനോട് പറയട്ടെ. അയ്യോ, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഓമയ്ക്ക കുത്തിയിട്ട് നോക്കി കണ്ടോ, വിളഞ്ഞതാ. ഇനിയിപ്പൊ വേറെണ്ണം നമുക്ക് കുത്തിയെടുത്തോണ്ട് വരാം. ഓമരത്തിൽ പോയി നോക്കട്ടെ. ഓമ മരത്തേലോ? ആരാ? ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. ഇത്രയും വിളഞ്ഞത്. ബാ എന്നാ വേറെ എടുത്തിട്ടോണ്ട് വരാം. ഇത് നല്ലതാണോ ഇത് അണ്ണനൊക്കെ തിന്നാനാ? അടുത്ത കൊണ്ടുവന്നിരിക്കുന്നു. അടിപൊളി അടിപൊളി. ഒറ്റയ്ക്ക് പോയിട്ടാലേ ശരിയാവത്തോളം തോന്നല്ലേ? അതെ അതെ, അതുകൊണ്ടായിരുന്നു ആദ്യമേ സൂപ്പർ സൂപ്പർ. പൊൻകുടം പോലെ ഉണ്ടല്ലോ. പൊൻകുടം പ്രസ് ചെയ്യൂ. ഓമയ്ക്കയുടെ കറയുണ്ടെണ്ണ. വെളുത്തുള്ളി ഒരു 3-4. നമ്മൾ ഈ ഇറച്ചി കറി വെക്കത്തില്ലയോ അതുപോലെ തന്നെ. പിന്നെ ഒരു സാധനം കൂടെ വേണം, ഞാൻ എടുത്തില്ല. തേങ്ങാക്കൊത്ത്. കൊപ്ര പോരെ? ആ ശരിയാണ്, എളുപ്പമുണ്ട്. കൊപ്ര ഉണക്കി ഇട്ടിട്ടുണ്ട്, എളുപ്പമാ. നമുക്ക് എടുക്കാം. 2-3 പീസ് എണ്ണ. 2 പീസ് മതി മോനെ, ഒത്തിരി വേണം. ഉടനെ വേണോ അത്? അല്ല, ഇത് അരിഞ്ഞു കഴിയട്ടെ മോനെ. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ്. ഇനി ഒരു സവാള. സ്പീഡ് കണ്ടോ? നമുക്ക് വയ്യ, നമുക്ക് ഇങ്ങനെയുള്ള സ്പീഡൊന്നും ഇല്ല. പലകപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മള് വർത്താനത്തിന് നല്ല സ്പീഡാ. അങ്ങോട്ട് വടിയിടാൻ അങ്ങോട്ട് ചെല്ല്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടാ കണ്ടുപിടിക്കാനൊക്കെ നല്ല മിടുക്കാം. ഇത് സൈലന്റ് കില്ലർ. എല്ലാരും പറയും ശൈലാമ്മ മൂപ്പ പാവുവാ രാധാച്ചനെന്ന്. ഇങ്ങനെ അമങ്ങി ഇരിക്കുന്നവരെ സൂക്ഷിക്കണ്ടേ. ഞങ്ങൾ ഈ കിടന്ന് എപ്പോഴും ചലച്ചോണ്ടിരിക്കുന്നവരെ ഒരു കുഴപ്പവും ഇല്ല, അറിയാവോ? കൊപ്ര വെയിലത്ത് കിടന്ന് രാധാച്ചന്റെ കൊപ്രായ രാധാച്ചന അരിഞ്ഞതും ഒക്കെയാ കേട്ടോ. ജോഡി അതല്ലയോ പിന്നെ ഇത് എന്താ പാടാ ഇത്? ചെറിയ മരത്തിൽ പിടിച്ചതാണ്. പോതുമോ? എന്തുവേ കറിവേപ്പിലയും കൊണ്ട് വന്നുണ്ട്, ഇഷ്ടം പോലെ നിപ്പുണ്ട്. പോതുമോ? ഭവാനേ, കടുവ വെളിച്ചെണ്ണ ചൂടായി, അതൊക്കെ അവർക്ക് അറിയാമനെ. പിന്നെ കടുവ പൊട്ടി, തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇടണം. അതെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കറി കൊള്ളാതാവും. എന്നാലും ഹൂ എല്ലാം ശുശുശു. ഇപ്പം തേങ്ങാക്കൊത്തിട്ട് ഇപ്പം കണ്ടോണേ, എന്തെങ്കിലും ഉണ്ടോയെന്ന് പറയണം. മണം തേങ്ങ വേണ്ട വന്നു വേണ്ട. ഇങ്ങോട്ടും ശ്രദ്ധയിര്. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വല്ല വരുന്നുണ്ടോ മണം? പിന്നെ നല്ല മണം. അതാണ് അതിന്റെ ഒരു ഐഡിയ. അത് ആ കറിക്ക് രുചി കൂടും. എനിക്ക് വരുന്നില്ല. കണ്ടോ, മൂക്കൊക്കെ തുറന്നു കേട്ടോ. 1 വർഷമായി മൂക്കൊക്കെ തുറന്നു. അപ്പൊ വേണ്ട, അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ കൂടെ സവാള എല്ലാം കൂടെ ഇടുക. അതിലെ മഞ്ഞപ്പൊടി, മസാലകളൊന്നും വേണ്ടേ? അയ്യോ അത് ഇപ്പോഴല്ലല്ലോ ഇടേണ്ടത്.
അത് ടൈമായില്ല ബ്രോ. ബ്രോ വലിയ പാചകക്കാരൻ, എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞോണ്ട് വന്നതാ ഓമയ്ക്ക. സവാളക്കുള്ള ഒരു ശകലം ഉപ്പൂടെ അങ്ങിട്ടേക്കാം. രാജ ഓമയ്ക്ക് വേണ്ടിട്ട് കൊടുത്തോ ഡാനിക്ക്? വേണ്ട, അത് ഇട്ട് കൊടുത്തപ്പോ തൊട്ട് വെയിലത്ത് കിടക്കുന്നുണ്ടോ? അവിടെ നിന്നിട്ടില്ല. ഒരു കഷ്ണം ഓമയ്ക്ക കൊണ്ട് കൊടുത്തതാ. പക്ഷേക്ക് ചോറൊന്നും അമ്മച്ചന് വേണ്ട. വൈകിട്ട് വല്ല പുള്ളിക്ക് പന്നു. ഈ വെള്ളമേ ഗ്യാസേലോട്ട് വെക്കാം, നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം ഈ അരപ്പിനകത്ത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പം വേണ്ട, രാധാച്ചൻ്റെ ജോലിയാ. ഒരു മഞ്ഞപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ പോടാടുന്നു മല്ലിപ്പൊടി. ആ ഉള്ളി ഒത്തിരി മൂത്ത് പോയി, ഓരോരുത്തരെ ഏൽപ്പിച്ചതാ. ഇത്രയൊന്നും മൂക്കല്ലേ ഉള്ളി. നമുക്കിവിടെ മൂത്തേ ഇഷ്ടം. മുളക് പൊടി. ഇതെന്തോ കപ്പയല്ലേ? മാറിക്കാമനെ. കപ്പയും ചിക്കൻ കറിയും നമ്മൾ. മുളക് പൊടി ഇതാണ്ടേ, ഇവിടെ എരിയുള്ള മുളക് പൊടി, അതുകൊണ്ട് ഇതാണ്ടേ ഇത്രയും മതി. ഇട്ടേക്കാം. ഇത് കാശ്മീർ, ഡൽഹി മുളക് പൊടി. ഡൽഹി അല്ല, കാശ്മീരി. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂക്കട്ടെ. അതിനകത്തോട്ട് ഈ ഓമയ്ക്ക അങ്ങോട്ട് ഇടുക. സഹായിക്കാതെ വേണ്ടി വന്നിരിക്കുക. ഒന്ന് വരട്ടണേ. ഓമയ്ക്ക് വേദന എടുക്കും. ഈ മണം അടിക്കുമ്പോഴാണോ? അതിന് മണം വന്നില്ലല്ലോ. അല്ല, ഈ മസാലയുടെ ഇങ്ങനെ ഈ മുളക് പൊടി ഇറക്കുമ്പം ചുമക്കത്തില്ലേ? എന്ത് വരുത്തി ചുമയാണോ? മറിക്കണ നല്ലോണം വഴറ്റിയിട്ട് വീടിലാക്കിക്കോ. ഇങ്ങനെ ഇളക്കേണ്ടത്. പനീർ പോലുണ്ട് കണ്ടോ അല്ലേ? പനീർ ഫ്രൈ ആക്കി വരും. കണ്ടോ, ഇത് ഞാൻ ഇടിച്ചതായത്. സ്പെഷ്യൽ മസാല കണ്ടോ. മണം പോവും. മണമില്ല. ഇല്ലില്ല, നിനക്കൊന്നും കാണത്തില്ല. മണം വന്ന സ്പെഷ്യൽ മസാലയുടെ. അതാ ഞാൻ പറഞ്ഞു, ഇതിനൊരു പ്രത്യേക മണമാണ്. അപ്പം ഇത്രയും വേണ്ട, ഇത്രയും മതി, ശകലം മതി. ഈ കുഞ്ഞു സ്പൂണാ. സ്പെഷ്യൽ മസാല വേണ്ടവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി, വീട്ടിലെത്തിക്കുന്നതായിരിക്കും. എന്റെ ദൈവമേ, എറണാകുളം സൗത്തിൽ കിട്ടും. ഞങ്ങൾ തുടങ്ങാൻ പോവാ കേട്ടോ എറണാകുളം സൗത്തില് മസാല പൊടിച്ചു കൊടുക്കുന്നത്. അപ്പം എന്താ, വെള്ളം നമ്മുടെ ചൂടായിട്ടുണ്ട്. ഇപ്പം ഇത്രയായില്ലയോ. ഇനി ഒരു സാധനം നമ്മൾ ഇച്ചിരി കൂടി ഇടുക. ശകലം ഇട്ടതാ ഉപ്പ്. ഇനി ആ ഓമയ്ക്കായ്ക്കുള്ള ഉപ്പിടണ്ടായോ? ഒരു പൊടി മതി. വേണ്ട, വെള്ളം ചൂടായിട്ടുണ്ട്. വെള്ളം തിളച്ചിരിക്കുന്നു. അപ്പം ഓമയ്ക്ക വേവാനുള്ള വെള്ളം മതി. അടച്ചു. ഇത് തിളയ്ക്കാറാവുമ്പം ഒരു സവാള, എന്തോ ഒരു തക്കാളിക്കായും കൂടെ അരിഞ്ഞിടുക. ഒരെണ്ണം മതി. ഇത്രയും നേരം ഞങ്ങളോട് ഓരോ ചോദിക്കുമ്പോൾ പറയും ഇതൊക്കെ അറിയാവോ. ഇപ്പൊ കണ്ടില്ലേ, എടുത്തിട്ട് പറഞ്ഞിട്ടില്ലേ ഒരു സവാള. ഓഹോ, സവാളയും കൂടി ഇട്ട് വീണ്ടും കണ്ടോ സവാള. സോറി മച്ചാനെ പറഞ്ഞ കേട്ടോ സവാളയെന്ന്. എന്തോ ഇപ്പൊ ഇട്ടത്? തക്കാളിക്കായും കൂടി ഇട്ട്. തക്കാളി. അപ്പൊ നമ്മുടെ ഓമയ്ക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. അത് ചേർത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്നവർക്ക് ഇത് തേങ്ങാപ്പാൽ, രാധാരണം പറഞ്ഞു തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്നത് ഒന്നുകൂടെ നല്ലതായിരുന്നു. ഇത് ഇത്രയും വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ തിരുമ്മി അതിന്റെ പാലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ കറിയാവും. നമുക്ക് കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കും. ഇതിപ്പോ ഇറച്ചി കറി വെക്കുന്ന കൂട്ട് തന്നെ. നല്ല ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് നോക്കിയാൽ മതി. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ. നല്ല മണമുണ്ടല്ലേ? ഇനി അതാ കറി കൊള്ളത്തേ ഇല്ല. വേണ്ട ഒരു ശകലം മതി. മുമ്പേ ഒത്തിരി ഒഴിച്ചതാ.
കണ്ടോ മതി. വെച്ച് ഇളക്കരുത്, ഇളക്കാതെ ഇത് തത്തി പൊത്തിയൊക്കെ വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ കറി എടുക്കാവുള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടെങ്കിൽ ഗ്രേവി കഴിക്കാൻ അടിപൊളി. ആ ഇപ്പം 10 മിനിറ്റ് ആയിട്ട് നമ്മുടെ കറി എല്ലാം അടച്ച് വെച്ച് ഇപ്പം അണ്ണൻ്റെ കയ്യിലോട്ട് ഇച്ചിരി കൊടുക്കാം ഉപ്പ് നോക്കാൻ. അതൊന്ന് ഇളക്കി കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അത് ഓമയ്ക്ക എടുത്ത് തിന്നണ്ട, കറി നോക്കാതെ. ചൂടാ. നമ്പർ 1 ബീഫ് കറി പോലും മാറിപ്പോ. അത്രയ്ക്ക് സൂപ്പർ. സത്യം അത് കാണുമ്പോഴേ അറിയാൻ പറ്റും. നല്ല നല്ല രുചി, കണ്ടിട്ട് തന്നെ നല്ല നല്ല സൂപ്പർ കറി, അടിപൊളി, നല്ല രുചിയുണ്ട് കേട്ടോ. ഇതിൽ ഭംഗിയായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പം നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ, ഇത് കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മണി അതെന്തോ മോനെ. അപ്പം എല്ലാവർക്കും ടാറ്റ.